നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോവാന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമുക്ക് എത്ര സുഹൃത്തുക്കൾ ടോട്ടലി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ പോലും ഒരാൾ അത്രയും പ്രിഫറൻസ് കൊടുത്ത ഒരു വ്യക്തി നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ. സോ അതിനെ ഇങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് വരാൻ പറ്റുമോ നമുക്ക്? സോ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചു പോയാലോ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിച്ച് മാറ്റി നിർത്താൻ പറ്റത്തില്ല, ശരിയല്ലേ? സോ അവർ നമ്മളോടൊന്നും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഫീല് തോന്നും. ചിലപ്പോൾ മദർ കെയറിംഗ് ഒക്കെ പോലെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഒരിക്കലും അവരെ മിസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ്. ഇതെങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോവാ? ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോയാലോ? ഇപ്പം നമ്മളിപ്പോൾ എന്താണോ അമിതമായി ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക, നടന്നു വരിക. നമ്മൾ നല്ലത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നല്ല കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. അതുപോലെ തന്നെ മോശമായിട്ട് ചിന്തിക്കുവാണെങ്കിലോ അതല്ലേ സംഭവിക്കാം. സോ നമ്മൾ ഒരാൾ വേക്കപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇവർ നമ്മുടെ ലൈഫിലോട്ട് ഇനി തിരിച്ചു വരില്ല. ഇന്നാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ വ്യക്തി ഇനി തിരിച്ചു വരുമോ? സോ നമ്മൾ എന്താണോ മനസ്സിലുള്ള നീയത്താക്കി കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നോ അല്ലേ, ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്നല്ലെങ്കിൽ നാളെങ്കിലും വളച്ചു നമുക്ക് തരും. സോ അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ലെറ്റ് ഗോ ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറിയിക്കാണ്, ബ്ലോക്ക് ചെയ്ത് മിണ്ടിയിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ, ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവാം, കാലയളവ് ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, അങ്ങനെ മാറിയിക്കന്നെ. ആ സമയത്തിൽ ആ ഒരു അവസ്ഥയെ ഇങ്ങനെ തരണം ചെയ്ത് നമ്മൾ ഈ അകന്ന് നിൽക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് പുറകെ പോയിട്ട് ബെഗ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പ്ലീസ് പ്ലീസ് എൻ്റെ അടുത്തൊന്ന് മിണ്ടുവോ. പിന്നെ പല വഴികളിൽ കൂടെ സ്പൈ ചെയ്യുന്ന ഒരു കാര്യം, അവർ പോലും അറിയാണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരാരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, എന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും അവർക്ക് ലൈഫിൽ അങ്ങനെ സോൾമേറ്റ് ആയിട്ട് കൂടെ കൊണ്ട് നടക്കുകയാണോ, അങ്ങനെയൊക്കെയുള്ള പല പല ടെൻഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരിങ്ങനെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ ഡയറക്റ്റായിട്ട് പറയാം, ആരെയാണ് നമ്മൾ കൂടുതൽ സ്പൈ ചെയ്യുന്നത്, ഒരിക്കലും അവർ നമ്മളുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആ സ്പൈ ചെയ്യില്ലെന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ ഇന്നർ മൈൻഡിനും നമ്മളെ ഇന്നർ വോയിസിനും നമുക്ക് തന്നെ ഒരു വാല്യുബിൾ കൊടുത്തുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കുണ്ടെന്ന് മനസ്സിലായി ലെറ്റ് ഗോ ചെയ്ത് പോകണം. നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. സോ നമ്മുടെ സോളിനെ അത്രയും എനർജി ലെവൽ ഹൈ ലെവലിലോട്ട് കൊണ്ടെത്തിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. സോ ഇതെന്താ ചെയ്യുന്ന അറിയോ, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നും നമ്മൾ നല്ല രീതിയിലാണ് ലൈഫിൽ മുമ്പോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ടെൻഷൻ തോന്നും. അത്രയും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ ഇവൾ എന്താ ഇപ്പം എന്നെ വിളിക്കാത്തേ, ഇവൾ എനിക്കൊന്നും മെസ്സേജ് ചെയ്യുന്നില്ലല്ലോ, ഇവൾ എന്നെ മറന്നിട്ടുണ്ടോ, ഈ സ്പൈ ചെയ്യൽ എന്ത് ചെയ്യുക, തിരിച്ചു നടക്കും. സോ അധികനാളൊന്നും നമ്മൾ അത്രത്തോളം വാല്യുബിൾ ആയി കണ്ട ഒരാൾക്ക് നമ്മളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല. അവർ ഉറപ്പായിട്ട് നമ്മുടെ ലൈഫിൽ റീ എൻട്രി ചെയ്യുക തന്നെ ചെയ്യും. അതല്ലേ നമ്മളെ മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അത്രയേറെ സ്നേഹിച്ചതിനെ എന്ത് ചെയ്യുക, പറക്കാൻ വിടുക. നമുക്കുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിൽ തന്നെ തിരിച്ചു വരും. അല്ലെങ്കിലോ അത് മറ്റാർക്കും ഉള്ളതാണ്. ദാറ്റ്സ് ഓൾ.